ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞങ്ങളുടെ മോൻ ശ്യാം വിവാഹത്തിന് സമ്മതിച്ചു. പെണ്ണും ചെറുക്കനും തമ്മിൽ കണ്ടു. രണ്ടുപേർക്കും പരസ്പരം വളരെ ഇഷ്ടപ്പെട്ടു. രണ്ടുപേർക്കും വിവാഹത്തിന് സമ്മതവുമാണ്. വിവാഹമേ വേണ്ടെന്ന് പറഞ്ഞ് നടന്ന ആളല്ലേ. ഇപ്പൊ എല്ലാം ഒത്തു വന്നത് ദേവിയുടെ അനുഗ്രഹം കൊണ്ടാ. അതെ, കാര്യസിദ്ധി പൂജ നടത്തുമ്പോ പല ശുഭലക്ഷണങ്ങളും സംഭവിക്കും. തിരുമേനി, ഞങ്ങൾക്കിന്നൊരു വഴിപാട് കൂടി നടത്തണം. അടിപ്രദക്ഷിണം നടത്തണം. ഞങ്ങളുടെ മകന് വേണ്ടിയുള്ള നേർച്ചയാ. ഓ, ആ നേർച്ച നടത്താമെന്ന് ഞാൻ സമ്മതിച്ചു തിരുമേനി. മോന്റെ വിവാഹം മംഗളകരമായിട്ട് തന്നെ നടക്കണം അല്ലേ? നടക്കുമല്ലോ. ദേവിയുടെ ഇഷ്ട വഴിപാടാ അടിപ്രദക്ഷിണവും ശയനപ്രദക്ഷിണവും ഒക്കെ. കന്നിമൂല ഗണപതിയെ വണങ്ങിയിട്ട് ആദ്യം വലതുകാല് വെച്ച് തുടങ്ങിക്കോളൂ. ചുരുങ്ങിയത് 101 അടിയെങ്കിലും വേണം. ഇടയ്ക്ക് വിഘ്നങ്ങളൊന്നും ഇല്ലാതായാൽ വളരെ ഉത്തമം. അങ്ങനെ ആയിക്കോട്ടെ തിരുമേനി. ഗണപതിയുടെ നട തൊഴുതിട്ട് തുടങ്ങാം. തമ്പുരാനെ നമസ്കാരം. തമ്പുരാനെ ഇന്ന് അച്ഛനും അമ്മയ്ക്കും ക്ഷേത്രത്തിൽ വരുന്ന പതിവുണ്ട്. അകലിൽ നിന്നെങ്കിലും എനിക്ക് അവരെ ഒരു നോക്ക് കാണണം. ആരും എന്നെ കാണാനോ തിരിച്ചറിയാനോ പാടില്ല. മറ്റുള്ളവരെ പോലെ വർഷം മരണപ്പെട്ടു എന്ന വിശ്വാസത്തിലായിരിക്കും അച്ഛനും അമ്മയൊക്കെ. ആ സ്ഥിതിക്ക് അവർക്ക് ക്ഷേത്രത്തിൽ വരാൻ പറ്റുമോ? എന്റെ ഭഗവതി, അച്ഛനെ അമ്മയെ എനിക്ക് കാട്ടിത്തരണേ. അവരെ ഒന്ന് കാണാൻ കൊതിയാവുന്നു. അച്ഛൻ ശയനപ്രദക്ഷിണം നടത്തിയാണോ? വർഷ തിരിച്ചു വരണമെന്ന പ്രാർത്ഥനയാണോ? വർഷയുടെ ആത്മശാന്തിക്ക് വേണ്ടിയുള്ള നേർച്ചയാണോ? മക്കൾക്ക് വേണ്ടി കണ്ണീര് കുടിക്കാൻ മാത്രം വിധിക്കപ്പെട്ട അച്ഛനും അമ്മേ, മാനത്തെ കൊട്ട